ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പ്രൊഫൈൽ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 10th സ്റ്റുഡൻസിന് ഈ ഡയറി റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ: വിത്ത് ദ അറൈവൽ ഓഫ് ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, പലായോസ് ലൈഫ് ചേഞ്ചസ്. ഹി നോട്ട്സ് ഹിസ് കൺസേൺസ് ഇൻ ഹിസ് ഡയറി. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. ഓക്കെ, അപ്പോൾ ഡയറി എൻട്രി എഴുതുമ്പോൾ നമ്മൾ അറ്റ് ഫസ്റ്റ് മാർജിനോട് ചേർത്ത്, അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഡേറ്റ് എഴുതുക. മൺഡേ 15 June 2025 ഓർ സാറ്റർഡേ 17th March 2024, അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ 26, അങ്ങനെ ഏതെങ്കിലും ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഡേറ്റ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇൻക്രെഡിബിൾ, ഐ ക്യാൻ ബെയർലി ബിലീവ് വാട്ട് ഹാപ്പൻഡ് ദീസ് ഡേയ്സ്. ലാസ്റ്റ് വീക്ക് ഐ ഫൗണ്ട് ആൻ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഇൻ അവർ കോർട്ട്യാർഡ്. I was frightened. He was a strange creature with wings as wide as a house. He looked old and frail. Frail means weak. Our neighbor woman told that he was an angel. I dragged him into the chicken coop and locked it. The next morning onward, neighbors flocked around it to see him and to have fun with the angel. Seeing the large crowd, Elisenda suggested to set up fence around the courtyard and collect money from the villagers. Her plan was brilliant. In 1 week, our rooms crammed with money. Elisenda told me to build a 2-story mansion. I am planning it, but I could not take care of the old man anyway. I was very busy with the crowd and collecting money. The man is very weak. People even throw stones at him. Scared of what might happen to the man, talked to Elisenda about the matter. I am not sure what the future holds, but I know one thing: our lives will never be the same again. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ: എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ആ എനോർമസ് ആയിട്ടുള്ള വിങ്സ് ഉള്ള ഓൾഡ് മാൻ പെലോയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പെലോയുടെ ലൈഫ് എന്ത് ചെയ്യാൻ തുടങ്ങി? ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അത് പെലോയുടെ ഒരു ഡയറി എൻട്രിയിൽ നോട്ട് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പെലോയോ ഈ ഒരു സ്റ്റോറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പെലോയോ എഴുതുകയാണ്. സോ അത് നടന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പെലോയോ പറയുന്നുണ്ട് ഇൻക്രെഡിബിൾ മീൻസ് എന്താ? അൺബിലീവബിൾ. ഐ ക്യാൻ ബെയർലി ബിലീവ്, എനിക്കത് ബിലീവ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടന്നത്? ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഓൾഡ് മാനെ കണ്ടു. എനോർമസ് ആയിട്ടുള്ള വിങ്സ് ഉള്ള ഓൾഡ് മാനെ നമ്മുടെ കോർട്ട്യാർഡിൽ കണ്ടു. ഞാൻ ഞാൻ പേടിച്ചു പോയി. അയാൾ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ക്രീച്ചറായിരുന്നു. വിങ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് അയാൾ ഭയങ്കര ഫ്രെയിലായിട്ട്, വീക്കായിട്ട് തോന്നി. പക്ഷെ നൈബർ വുമൺ പറഞ്ഞത് അതൊരു ഏഞ്ചലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആ ഓൾഡ് മാനെ ഒരു ചിക്കൻ കൂപ്പിൽ കൊണ്ട് അടച്ചിടുകയാണ്. ഓക്കെ, നെക്സ്റ്റ് മോർണിംഗ് നൈബേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇയാളെ കാണുന്നു, ഏഞ്ചലിനെ കാണുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും ഹാപ്പി ആവുന്നു. ആഫ്റ്റർ ദാറ്റ് എലിസണ്ട എന്നോട് പെലോയോട് സജസ്റ്റ് ചെയ്യുകയാണ്, നമുക്ക് ഈ ഒരു കോർട്ട്യാർഡിൽ ഒരു ഫെൻസ് പോലെ കെട്ടി ഏഞ്ചലിനെ അവിടെ ഇട്ടിട്ട് നമുക്ക് മണി കളക്ട് ചെയ്യാം വില്ലേജേഴ്സിന്. അവരുടെ പ്ലാൻ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം അവർ ഒരുപാട് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റി. ഒരു 2 സ്റ്റോറിയുടെ ബിൽഡിംഗ് ഉണ്ടാക്കി, ഒരു പാലസ് ഉണ്ടാക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഓൾഡ് മാൻ ഏഞ്ചലിനെ മാത്രം അവർ കെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഓൾഡ് മാൻ വളരെ വീക്കായിട്ട് മാറുന്നു. പീപ്പിൾ എന്ത് ചെയ്യുന്നു? അയാളുടെ സ്റ്റോൺസ് വരെ എടുത്തെറിയുകയാണ് അയാളെ ഫോർ ഫൺ. അതുപോലെ അയാളുടെ ആ ഒരു വിങ്സിനെയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് പീപ്പിളൊക്കെ. അങ്ങനെ ആ ഓൾഡ് മാൻ വളരെ വീക്കായിട്ട് മാറി. പക്ഷേ എലിസണ്ടയ്ക്കും പെലോയ്ക്കും അതൊരു മാറ്റർ ആയിരുന്നില്ല. ഓക്കെ, ഐ എം നോട്ട് ഷുവർ വാട്ട് ദ ഫ്യൂച്ചർ ഹോൾഡ്സ്, ബട്ട് ഐ നോ വൺ തിങ്: അവർ ലൈഫ്സ് വിൽ നെവർ ബി ദ സെയിം അഗെയിൻ. അപ്പോൾ എനിക്കറിയാം, പെലോയോ പറയുന്നുണ്ട്, എൻ്റെ ലൈഫ് നേരത്തതുപോലെ അല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. ഒരുപാട് ചേഞ്ചസ് വന്നു, കുറച്ചുകൂടെ റിച്ചായിട്ട് മാറി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഡയറി എൻട്രിയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 10th സ്റ്റുഡൻസിന് ഗ്രാമർ എന്ന് പറയുന്നത് റൈറ്റപ്പും ഡയറി എൻട്രിയും ക്യാരക്ടർ സ്കെച്ചും അതുപോലെ പ്രൊഫൈൽ റൈറ്റിങ്ങും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡയറി എൻട്രി എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓണം എക്സാമിന് മസ്റ്റായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ഒരു ഡയറി എൻട്രി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.